നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ വേണ്ട, മോളെ പുറത്തു പോയ ആപത്താ. നീ പോകരുത് മോളെ, പറയുന്ന കേക്ക്. മോളെ പോകരുതെന്ന്. മോളെ മോളെ പോകരുത്. മാളു നിക്കവിടെ. മോളെ മാളു നിക്കവിടെ. മോളെ മോളെ പോകരുത്. മോളെ മോളെ അമ്മയാ പറയുന്നത് പോകരുത്. മോളെ പുറത്തു പോകരുത്. മോളെ 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 പോകരുതെന്ന്. മോളെ പറയൂ. മഹേട്ടാ മഹേട്ടാ നമ്മുടെ മോള്. മഹേട്ടാ നമ്മുടെ മോള് വരാനാവില്ലല്ലോ. മഹേട്ടാ ഒന്ന് വിളിക്ക്. മഹേട്ടാ 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 നാളെ തടയേ. വാശി കയറി പിണങ്ങി പോയിക്കൊണ്ടിരിക്കുക അവള്. മഹേട്ടാ അവള് ആപത്തിപ്പെടാനാ പോകുന്നത്. മഹേട്ടാ കൊച്ചിനെ ഒന്ന് തടയും. മഹേട്ടാ മഹേട്ടാ മോളെ തടയാൻ. മോളെ 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 പോവരുത്. നിക്ക് മോളെ, അമ്മ ഒന്ന് പറയട്ടെ. മോളെ പോവല്ലേ. മോളെ മോളെ പോവരുത്. ഞാനിനി ആ വീട്ടിൽ പോവില്ല. ആ വീട് എന്റെ അല്ല. എനിക്ക് ആ വീട് വേണ്ട. ഞാനതൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. മറ്റുള്ളവർ പറഞ്ഞൊന്നും ഞാൻ കാര്യാക്കുന്നില്ല. ഞാൻ ആരാണെന്ന് മഹേട്ടൻ ചോദിച്ചു. നീ ആരാ? എന്തിനാ എന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നേ? ഞാൻ ആരാണെന്ന് മഹേട്ടൻ ഇപ്പോഴും ഓർമ്മയില്ലേ? ഗംഗ ആരാണെന്ന് മഹേട്ടൻ ഞാൻ എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും? ശ്രീ മഹേശ്വര, ഏതെല്ലാം അമ്പലത്തിക്കാരെന്ന് പ്രാർത്ഥിച്ചേക്കാം. മനസ്സിന് സമാധാനാവുമല്ലോ. ശ്രീ മഹാദേവ, ഞാൻ ഇത്രയും ദൂരം വന്നിട്ടും ആഗ്രഹിച്ചു വന്നതൊന്നും നടന്നില്ലല്ലോ ഭഗവാനെ. എന്റെ മനസ്സിലുള്ളതെല്ലാം മഹേട്ടനോട് പറയാനും കഴിഞ്ഞില്ല. എന്റെ സങ്കല്പത്തിലെ മഹേട്ടനെ അല്ല ഞാൻ ഇവിടെ വന്നപ്പോ കണ്ടറിഞ്ഞത്. ഞാൻ ഇവിടേക്ക് വന്നത് മഹേട്ടന്റെ മനസ്സിൽ കയറി പറ്റാനൊന്നുമല്ല. അങ്ങനൊന്നും ആഗ്രഹിച്ചിട്ടുമില്ല. മഹേട്ടന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് മോഹിച്ചു വന്നു. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതാ എന്റെ സങ്കടം. ഞാൻ പോവാ ഭഗവാനെ. മഹേട്ടനെ കാത്തു രക്ഷിക്കണേ ഭഗവാനെ. ഇനി മഹേട്ടന് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. ശ്രീ മഹേശ്വര, ഞാൻ നാട്ടിലേക്ക് പോവാ. ഇനി ഇവിടേക്കില്ല. എന്നെങ്കിലും മഹേട്ടൻ പണ്ടത്തെ ഗംഗയെ പറ്റി ഓർക്കും. അന്ന് വരാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ വരാം. ഇപ്പോ മഹേട്ടന്റെ 7 അയലത്ത് പോലും ചെന്നെത്തി നോക്കാനുള്ള യോഗ്യത എനിക്കില്ലല്ലോ. ഞാൻ പോവാ. അനുഗ്രഹിക്കണേ ശ്രീ മഹേശ്വര. എന്റെ മോളെവിടെ? അവൾ ഈ വീട്ടിലില്ലെങ്കിൽ പിന്നെ എവിടെ പോയി? ആർക്കൊന്നും പറയാനില്ലേ? എന്റെ മോൾ എവിടെയെന്ന് പറ. മാളു ഈ വീട്ടിൽ നിന്ന് എവിടെ പോവാനാ? ഇവിടെ എങ്ങാനും ഉണ്ടാവും. ബാബു ഇവിടെ എന്തെടുക്കായിരുന്നു? കുഞ്ഞിവിടുന്ന് പുറത്തു പോയതാണെങ്കിൽ അത് താൻ കണ്ടില്ലേ? സാർ, എന്റെ ശ്രദ്ധ മുഴുവനും ഗേറ്റിലുണ്ടായിരുന്നു സാർ. മോള് പുറത്തു പോകുന്നത് ഞാൻ കണ്ടില്ല. സീമേ,
നീ വീട്ടിൽ എല്ലാ ഭാഗത്തും വിശദമായി നോക്കിയോ? എല്ലായിടത്തും നോക്കി മാഡം, മോളെ എവിടെയും കണ്ടില്ല. മാളു മറ്റുള്ളവരെ പറ്റിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒളിച്ചിരിക്കാറുണ്ട്. അത് ശരിയാ, മാളു ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും. അവള് നമ്മളെ വിഷമിപ്പിക്കാൻ എവിടെ ഒളിച്ചിരിക്കായിരിക്കും. നമുക്ക് അവളെ കണ്ടുപിടിക്കാൻ മോനെ. എന്നാ ചെല്ല്. എന്റെ മോളെ എവിടെയോ ഒളിച്ചിരിക്കുന്നെന്ന് നിങ്ങൾ കണ്ടത്. എനിക്ക് എന്റെ മോളെ കാണണം. അവിടെ എന്റെ മുന്നിൽ കൊണ്ടുവാ. നമുക്കെല്ലാവർക്കും കൂടി ഈ വീടിനകം ഒന്ന് അരിച്ചു പറക്കാം. കുട്ടി ഒളിച്ചിരിക്കുകയാണെങ്കിൽ കണ്ടെത്താലോ. അതിനുവേണ്ടി ആരും സമയം കളയണ്ട. മാളു ഈ വീട്ടിലില്ല. അവളെ ഈ വീട് വിട്ടു പോയി. നിനക്ക് എങ്ങനെ അറിയാം എന്റെ മോൾ ഈ വീട് വിട്ടു പോയെന്ന്? നിനക്ക് എങ്ങനെ അറിയാം? സത്യം പറയടാ. എന്റെ മോൾ ഈ വീട് വിട്ടു പോയെന്ന് നിനക്ക് എങ്ങനെ അറിയാം? പറയാൻ. എടാ, നീ കണ്ടോ മാളു വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? നീ കണ്ടോന്ന്? ഞാൻ കണ്ടില്ല, പക്ഷെ മാളു എന്നോട് പറഞ്ഞായിരുന്നു. അവളുടെ അമ്മയെ കൊന്ന ആളിനൊപ്പം ഈ വീട്ടിൽ അവൾ ജീവിച്ചു മടുത്തു. ഈ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമല്ലെന്ന് അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാളു പറഞ്ഞതുകൊണ്ടാ അവൾ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയെന്ന് ഞാൻ പറഞ്ഞത്. വേറൊന്നും എനിക്കറിയില്ല. എന്റെ ദൈവമേ, ഈ കുഞ്ഞെന്തിനാ ഈ വീട് വിട്ടു പോയത്? അവളെ ഞാനും എന്റെ മോളും പൊന്നു പോലല്ലേ നോക്കിയിരുന്നേ. കൊച്ചു കുഞ്ഞല്ലേ, മാളു തനിച്ചു പുറത്തുപോയ സ്ഥിതിക്ക് ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവില്ലെന്ന് എന്താ ഉറപ്പ്? അയ്യോ, വല്ല ഭിക്ഷക്കാരും പിടിച്ചോണ്ട് പോയ കണ്ണുകുത്തി പൊട്ടിക്കും. എന്റെ നാത്തൂനെ എനിക്ക് ഓർക്കാനേ വയ്യ. മഹി, ഞാനിത് പറഞ്ഞത്. എനിക്കൊന്നും കേൾക്കണ്ട. എന്റെ മോൾ ഈ വീട് വിട്ടു പോയതാണെങ്കിൽ അവളെ കൊണ്ടേ ഞാൻ വരൂ. അതെ, വാ പൊളിച്ചു നോക്കി നിൽക്കുന്നത്. ചേട്ടനും കൂടി പോ. ചെല്ലേ. മഹി പോകല്ലേ, ഞാനും വരുന്നുണ്ട്. ആന്റി, മാളു ചെറിയ കുട്ടിയല്ലേ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ച എന്ത് ചെയ്യും? മാളുവിന് എന്തെങ്കിലും സംഭവിച്ച നിന്റെ കാര്യം പോക്കാം. നിന്റെ കല്യാണം ഗോവിന്ദ. കേസ് തോറ്റെന്ന് കരുതി നിരാശപ്പെടേണ്ട ഗോകുലെ. ഇതിന്റെ മുകളിലേക്കും കോടതി ഉണ്ടല്ലോ. ഈ വിധിക്കെതിരെ അപ്പീൽ കൊടുക്കണം. നിന്റെ പെങ്ങളെ തട്ടിയവനെ വെറുതെ വിടരുത്. എടാ, ഈ കേസിൽ അപ്പീൽ പോയാലും വിധി മഹിക്ക് അനുകൂലമാകുന്ന വക്കീൽ പറയുന്നത്. ശക്തമായ തെളിവുകളുടെ അഭാവമാണ് ഈ വിധി മഹിക്ക് അനുകൂലമായത്. എന്നാലും ആ മഹിയെ വെറുതെ വിടരുത്. ഈ കേസിൽ നിന്ന് അയാൾ ഊരിപ്പോയെങ്കിലും മറ്റൊരു കേസിൽ കൊടുക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.